പാണക്കാട് ഇലക്ഷനിൽ തനിച്ച വർഗീയത തുപ്പുന്ന സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമുദായ സൗഹാർദ്ദം നിലനിർത്തുക. വളരെ പ്രധാനപ്പെട്ടതാ. അതിന് ഘടകവിരുദ്ധമായി വമ്പിച്ച തോതിൽ കോൺഗ്രസിലേക്ക് BJPയുമായും RSSുമായുമുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് കോൺഗ്രസിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യർ അവറുകളെ ഒരു RSS പ്രവർത്തകന്റെ കാക്കി ട്രൗസറിൽ അവതരിപ്പിക്കുകയാണ്. അതുകൂടാതെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് SKSSFന്റെ ഒരു ശംസുൽ ഉലമ സെമിനാർ നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വന്നപ്പോൾ അതിൽ കുറേ ആളുകളുണ്ട്. ഉമർ ഫൈസി, ഹമീദ് ഫൈസി, സത്താർ പന്തലൂർ, OP അഷ്റഫ് തുടങ്ങിയ കുറേ ആളുകളുടെ പേര് അതിലുണ്ട്. സമസ്തയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് തൻ്റെ നാക്കും ശരീരവും എല്ലാം ചെലവാക്കുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, നാസർ ഫൈസി കൂടത്തായി, ഇവിടെ ഉദ്ഘാടനം ചെയ്ത പുത്തനഴി, കല്ലായി അബൂദ്റഹ്മാൻ, വിനീതനായ ഞാൻ ഉൾപ്പെടെ ആരും അതിലില്ല. അപ്പം ഞങ്ങൾ ആലോചിച്ച് എന്ത് വേണം, നമ്മൾ ശംസുൽ ഉലമ ഒരു ഭാഗത്തിൻ്റെതല്ലല്ലോ, നമ്മൾ ശംസുൽ ഉലമയുടെ പേരിൽ നല്ല ശംസുൽ ഉലമയുടെ ലോകം എന്നൊരു സെമിനാർ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് അത് പത്രത്തിൽ കൊടുത്തു. ആ പ്രസിദ്ധീകരണം വന്ന ഉടനെ തന്നെ ഉസ്താദുമാർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇത് രണ്ടും വേണ്ട, തൽക്കാലം നിർത്തി വെക്കണം, നമുക്ക് പറഞ്ഞ് സെറ്റിൽ ചെയ്യാം, വളരെ നല്ലത്. ഞങ്ങളത് പറയുന്നതിന് മുമ്പ് നിർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങളത് നിർത്തിവെച്ചു. അവരിങ്ങനെ പ്രമേയം പാസ്സാക്കിക്കൊണ്ടേയിരുന്നു, സമാന്തരം കൊണ്ടുവന്ന് ഇത് തകർത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളൊരക്ഷരം പറഞ്ഞില്ല. പിന്നീട് ഉസ്താദുമാരോട് പറഞ്ഞു, ഞങ്ങളനുസരിച്ചു, ഞങ്ങളത് നിർത്തി എന്നാണ് എന്ന് പറഞ്ഞു. പിന്നീട് ഉസ്താദുമാർ ഇത് പറഞ്ഞ് അവിടെ നിൽക്കുക, ഞങ്ങൾ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു അവിടെ നിൽക്കുകയാണ്. അതിനിടയിൽ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേ സെമിനാർ ഇതേ പറഞ്ഞ ആളുകളെ വെച്ച് അവർ നടത്തി. ഞങ്ങളത് പരസ്യമായി പ്രതികരിച്ചില്ല. അത് അവിടെ നിൽക്കട്ടെ, ഉസ്താദുമാരുമായിട്ട് പറയുമ്പോൾ പറയാലോ. പിന്നെ ഇപ്പോൾ നടക്കുന്നു ആദർശ സമ്മേളനങ്ങൾ. അത് SKSSF ആദർശ സമ്മേളനം, SYS ആദർശ സമ്മേളനം എന്നൊക്കെ പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ? ബിദ്അഈ പുത്തൻ പ്രസ്ഥാനങ്ങൾക്ക് എതിരായതാണ് നമ്മൾ ആദർശം. യഥാർത്ഥ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ അതിൻ്റെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കുകയും സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ആദർശം, അല്ലേ? അതിലപ്പുറത്തൊന്നുമില്ല. എന്നാൽ ഈ ആദർശ സമ്മേളനത്തിൽ ഒരക്ഷരം മുജാഹിദിനോ ജമാഅത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിദ്അഈ പ്രസ്ഥാനത്തിനോ എതിരെ ഒരക്ഷരം ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ഒരക്ഷരം, അത് ഞാൻ വേറെ പറയാം. അതിൽ കാര്യമായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ, അവിടുത്തെ ഖാദിയത്തിനെ, മുസ്ലിം ലീഗിനെ, ചന്ദ്രികയെ ഒക്കെ പറയാനാണ് ആ ആദർശ സമ്മേളനം ഇങ്ങനെ നടക്കുന്നത്. അത് നിൽക്കുന്നില്ല. അതിനിടയിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ അവറുകളെ, സയ്യിദുൽ ഉലമ ജിഫിരി തങ്ങൾ അവറുകളെ കണ്ടു. ഞാനതിലില്ലായിരുന്നു. കണ്ട് ഈ സംഗതി ബഹുമാനപ്പെട്ടവരുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയണതൊക്കെ ശരിയാണ്, ഞാൻ അടിയന്തരമായി നിങ്ങളിൽ നിന്നും അവരിൽ നിന്നും കുറച്ച് ആളുകളെ വിളിച്ച് ഈ വിഷയം നമുക്ക് ഉടനെ അവസാനിപ്പിക്കാം, നിങ്ങൾ എനിക്കൊരു ഒരാഴ്ച സമയം തരണമെന്നാണ്. ആ ഒരാഴ്ച കഴിഞ്ഞു, എന്നിട്ട് യാതൊന്നുമില്ല. ഞങ്ങൾ മെഞ്ഞാന്നതിൻ്റെ തലേന്ന് തിങ്കളാഴ്ച ജബറാജ് ഉണ്ടായിരുന്നു, മലയമ്മ അബൂബക്കർ ഫൈസി ഉണ്ടായിരുന്നു, സലീം ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് ആളുകൾ, ഒരു 10-12 ആളുകൾ മാക്സിമം, ഖദർ ഫൈസി ഉണ്ടായിരുന്നു, ഷഫേജ് ഉണ്ടായിരുന്നു, ഒരു 10-12 ആളുകൾ ഞങ്ങൾ കൂടിച്ചേർന്ന് ഈ ഒരു സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റൂലല്ലോ. സുപ്രഭാതം ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും പരസ്യം കൊടുക്കേണ്ട ഒരാവശ്യം ആ പത്രത്തിനില്ല. കാരണം എന്താ വെച്ചാൽ വർഷം കൈത്താങ് എന്ന് പറഞ്ഞ് പിരിവിരിക്കണമെന്നുണ്ട്. അതിൽ 50% പ്രസിദ്ധീകരണത്തിനാണ്. നമ്മൾ കൊടുക്കുന്ന കൈത്താങ്ങിൻ്റെ 50% ഇങ്ങോട്ട് പോവുക. പിന്നെ എന്തിനാ വേറെ ഉള്ളവൻ്റെ പരസ്യം വാങ്ങണമെങ്കിൽ സാധാരണ നോർമൽ പരസ്യം വാങ്ങാം. എന്തിനാ ശത്രുക്കളുടെ പരസ്യം കൊണ്ട് നമ്മൾ നടത്തുന്നത്? ശത്രുവിൻ്റെ പരസ്യത്തിൻ്റെ ഒരാവശ്യമില്ലാത്തൊരു പത്രമാണ് സുപ്രഭാതം. അപ്പം ഈ സംഗതിയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കേരളത്തിലെ പൊതുവായ ഒരു 100 പ്രധാനപ്പെട്ട ഉലമാവിൻ്റെയും ഉംറാവിൻ്റെയും ഒരു കൂടിച്ചേരൽ നടത്തുക.
എന്നിട്ട് അതിൽ അവരെ മുമ്പാകെ വെക്കാം, എന്നിട്ട് അവരുടെയും കൂടി അഭിപ്രായം പരിഗണിച്ച് നമ്മളെ ഭാവി പരിപാടികൾ തീരുമാനിക്കാം എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ വന്നിരിക്കുന്നു 100 ആൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയിലധികം ആളുകളാ ഇവിടെ പങ്കെടുത്തത്. ഞങ്ങളൊരു ആസൂത്രണത്തോടു കൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ കോഴിക്കോട് സ്ഥലം മതിയാവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ബന്ധപ്പെട്ടവരെ മനസ്സിലാക്കുന്നത് നല്ലതാ. ഈ ആദർശ സമ്മേളനമൊക്കെ നടക്കുന്നത് പോലെ കൊട്ടിഘോഷിച്ച് നടക്കുകയാണെങ്കിൽ കോഴിക്കോട് മതിയാവില്ല. അത്രയധികം നിരാശരായി സുന്നത്ത് ജമാഅത്തിന്റെ അണികൾ കേരള സംസ്ഥാനത്തിലൊട്ടാകെ നിൽക്കുക. കുറച്ചാളുകൾ സമസ്തയുടെ പേരിൽ കുറച്ചാൾ, ഇത് തന്നെയായിരുന്നു 89 സംഭവിച്ചത്. 89 സംഭവിച്ചപ്പോൾ കുറച്ചാളുകൾ സമയത്ത് നിന്ന് പോയി, അവർ വേറെയായി. എന്നിട്ട് ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരാൾ പറയാ, മുതൽക്കൊളുത്തി പറഞ്ഞ് ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത് അവരുടെ അടുത്ത് നിന്നാണ്. ഇതിൽ നിന്ന് ശംസുൽ ഉലമ പുറത്താക്കി വേറെ പോയ ആളുകൾ, ശംസുൽ ഉലമക്ക് വേണ്ടാത്ത ആളുകളിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് പഠിച്ചവർ സമസ്തയിൽ വേണ്ട എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളതാ. ശംസുൽ ഉലമ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് മതി സമസ്തയുടെ അനുയായികൾക്ക്. അതല്ലാത്ത എന്തിനാ ഞങ്ങൾ അവരിൽ നിന്ന് ആ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത് എന്ന് ഉളുപ്പില്ലാതെ പറയാം. നമ്മളിന്ന് ഇതൊരു തുടക്കമാണ്. എനിക്ക് വിനീതമായി ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് അപേക്ഷിക്കാനുള്ളത്, ഇത് എത്രയും വേഗം പരിഹരിക്കണം. പാണക്കാട് തങ്ങന്മാരെ സമസ്തയുടെ പേരിൽ കുത്താനും ചവിട്ടാനും മേലിൽ നിലകൊണ്ടാൽ ആ നിലകൊള്ളുന്നവരാരോ അവരെ നിലക്ക് നിർത്തും ഞങ്ങൾ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. അവരെ നിലക്ക് നിർത്തും. പാണക്കാട്ട് സയ്യിദന്മാർ ജനലക്ഷങ്ങളുടെ ജനകോടികളുടെ നേതാവാണ്. എല്ലാവരും ആദരിക്കുന്ന നേതാവാണ് പാണക്കാട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, ക്രിസ്ത്യൻ പാതിരി പറയുകയാണ്, ഈ പാണക്കാട്ട് തങ്ങളുടെ ഈ ഇരിക്കുന്ന തങ്ങളുടെ ജ്യേഷ്ഠൻ ഉണ്ടായതുകൊണ്ടാണ് ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് കേരളം കത്താതെ നിലനിന്നത്. ഈ മഹാനും അതുപോലെ അത് നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ പങ്കെടുക്കാനായി എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. മാർത്തോമ മെത്രാനാ പറഞ്ഞത്. ഇങ്ങനെ ജനങ്ങളൊട്ടാകെ ബഹുമാനിക്കുന്ന പാണക്കാട് തങ്ങളെ ആർക്കെങ്കിലും പറഞ്ഞ് ഇകഴ്ത്തി കളയാമെന്ന് വിചാരിച്ചു വെച്ചാൽ അത് പൂതി മാത്രം, നടക്കുകയില്ല. ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഇനി ഇവരൊക്കെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. 100 ആളെ പറഞ്ഞിട്ട് അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ഇപ്പോൾ ഈ ഹാളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ആൾ വന്നാൽ ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, പുറത്ത് നിൽക്കേണ്ടി. ഇപ്പം തന്നെ ആളുകൾ കുറെ പുറത്താണ്. ഇനി സാധിക്കാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു.